വീണ്ടും കരിമരുന്ന് പ്രയോഗത്തിനിടയിലുണ്ടായ ഒരു അപകടമാണ്. കൊയിലാണ്ടിയിലാണ് 2 പേർക്ക് പരിക്കുപറ്റി. അഭിനന്ദ്, സംഗീത് എന്നിവർക്ക് പരിക്കുപറ്റിയെന്നാണ് ആശംസ അവിടെ നൽകുന്ന വിവരം. മുജുകുന്ന് കോട്ട കോവിലകം ക്ഷേത്രത്തിൽ ഇന്നലെ രാത്രിയാണ് ഈ അപകടമുണ്ടായത്. വിവരങ്ങളായിട്ട് ആശംസ പടക്കം പൊട്ടുന്നത് കാണുന്നുണ്ട്. ചെറുതെറിച്ച് ആണ് അപകടം ഉണ്ടായത്. ദിവീഷ്, കൊയിലാണ്ടി, കോഴിക്കോട് കൊയിലാണ്ടി മുജുകുന്ത് കോട്ട കോവിലകം ക്ഷേത്രത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഒരു ഉത്സവം നടക്കുകയാണ്. ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കരിമരുന്ന് പ്രയോഗം സജ്ജീകരിച്ചത്. അതായത് ഇന്നലെ രാത്രി 1:30-ക്കും 2 മണിക്കും ഇടയിലായിരുന്നു ഈ പൂവടി എന്ന പേരിലുള്ള ഈ കരിമരുന്ന് പ്രയോഗം. അതായത് വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം സംവിധാനമാണ് ഈ പൂവടി. അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് പൂവടി. അതായത് ഒരു മണ്ണിൽ ഒരു കവുങ്ങ് കുത്തിനെ നിർത്തുകയും 6 തട്ടുകളിലായി കരിമരുന്ന് നിറയ്ക്കുകയും ചെയ്യും. ഇതിനുശേഷം ഇതിന് തിരികൊളുത്തുകയും ചെയ്യാം. പക്ഷേ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അനിയന്ത്രിതമായിട്ട് ഇതിലുള്ള തീപ്പൊരികൾ അതിന് ചുറ്റും കൂടി നിന്ന ആൾക്കൂട്ടത്തിന് ഇടയിലേക്ക് വന്ന് പതിക്കുകയും 2 പേർക്ക് പരിക്കേൽക്കുന്ന ദാരുണമായ ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തു. അഭിനന്ദ്, സംഗീത് എന്നീ പേരിലുള്ള 2 യുവാക്കൾക്കാണ് പരിക്കേറ്റത്. ഇവരെ ഉടൻ തന്നെ കോഴിക്കോട് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും 2 പേരെയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. എന്തായാലും 2 പേർക്കും ആർക്കും പരാതിയില്ലാത്തതിനാൽ ഇതിൽ കേസൊന്നും എടുത്തിട്ടില്ല. ശരി, ആശംസയാണ് വിവരങ്ങൾ നൽകി. അവിടുത്തെ ദൃശ്യങ്ങളിൽ തന്നെ അത് മനസ്സിലാവും. ഒരു പ്രത്യേക സംവിധാനമാണ് വടക്കൻ കേരളത്തിൽ മാത്രമുള്ള ക്ഷേത്രങ്ങളിലുള്ളതാണ് എന്താണ് ആശംസ നൽകുന്ന വിവരം. കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് കരിമരുന്ന് പ്രയോഗത്തിനിടെ അപകടമുണ്ടാകുകയും 2 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്ത്. അഭിനന്ദ്, സംഗീത് എന്നിവർക്കാണ് പരിക്കേറ്റത്. മുജുകുന്ന് കോട്ട കോവിലകം ക്ഷേത്രത്തിൽ ഇന്നലെ രാത്രി ഉത്സവത്തിനിടയിലാണ് ഈ അപകടമുണ്ടായത്.